കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ട അതേ ആവേശം, അത് സമാപന ദിവസത്തിലും അത് തന്നെയല്ലേ കാഴ്ച വിപിൻ? അത് ഉന്മേഷിത് ഒന്നാമത്തെ വേദിയുടെ മുൻപിലാണ് ഈ നിൽക്കുന്നത്. ഒന്ന് അകത്തേക്ക് കയറാനുള്ള തിരക്ക് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. അകത്ത് ആ ഒരു ഒന്നാമത്തെ വേദിയിൽ ഈ സമാപന സമ്മേളനം നടക്കുന്ന തിരക്ക് കാണാനാണ്, അതിനുള്ളിലേക്കൊന്ന് കയറുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ആളുകളുടെ ഒരു ജനപങ്കാളിത്തം. അവരൊക്കെ ഇങ്ങനെ പുറത്ത് കാത്തിരിക്കുകയാണ്. 3 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോഴേക്കുമുള്ള ആ ഒരു ജനസഞ്ചയം എന്ന് പറയാവുന്ന നിലയിലുള്ള ആളുകളെ നമുക്ക് ഈ പുറത്തുനിന്ന് കാണാം. ഉണ്ണിക്കണ്ണനല്ലേ അത്? വിജയ് ഫാൻ ഉണ്ണിക്കണ്ണൻ ഇപ്പൊ ചേരുകയാണ്. കലോത്സവത്തിന് കണ്ടോ? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നിരുന്നോ? ഇല്ല, ഞാൻ വന്നില്ല. എനിക്ക് വേറെ തിരക്കുണ്ടായി. അപ്പോ സാമിനെ വിളിച്ചു. അപ്പൊ സാമിയാണ് പറഞ്ഞത്, നമ്മുടെ ഫ്രണ്ടാണ്, ദേവസ്വം ബോട്ടിലാണ്, നമ്മളെ ആനയൂട്ടിൽ വന്ന പരിചയമാണ്, നമ്മളെ ചേർത്ത് പിടിച്ച് സപ്പോർട്ട് പിടിച്ച് നമ്മുടെ സ്വന്തം സാമിയാണ്. സാമിന്റെ മോഹനുണ്ട്. ഇത് കേട്ടറിഞ്ഞു വന്നാണ് കലോത്സവം. അതെ, കേട്ടറിഞ്ഞു വന്നാണ്. കാണണം. എല്ലാ കുഞ്ഞുമക്കൾക്കും ഹാപ്പി ആയിരിക്കുക. ഒന്ന് കിട്ടിയില്ലേ പറഞ്ഞ് ടെൻഷൻ അടിക്കണ്ട, ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, ഒരു സങ്കടപ്പെടാതെ പുഞ്ചിരിയായിരിക്കും. എന്ത് പ്രശ്നം വന്നാൽ തളരാതെ എല്ലാവരും കുഞ്ഞുമക്കൾ ഹാപ്പി ആയിരിക്കുക. വിജയുടെ പാർട്ടിയിൽ ചേർന്നോ അതോ അന്ന് പോയത് മാത്രമേ ഉള്ളോ? അങ്ങനെ പറയുകയാണെങ്കിൽ ചിലപ്പോ ചേരും, പറയണെങ്കിൽ. അല്ല, ഞാൻ പറഞ്ഞിട്ടല്ല, പൊതുവെ ചേരുന്നുണ്ടോ? അങ്ങനെ പറഞ്ഞ ചേരും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വിജയണ്ണ, ഉണ്ണിക്കണ്ണ മകളെ നുമ്മാമ, വിജയണ്ണ ഹായ്. അപ്പോൾ കലോത്സവത്തിന് ഉണ്ണിക്കണ്ണൻ ഉൾപ്പെടെയുള്ള ഇങ്ങനെ ജനങ്ങളുടെ ഒരു ജനപ്രളയം എന്ന് പറയാവുന്ന അത്രയേറെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.